എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. വെച്ചാൽ മിഥുനമാസം 1-ാം തീയതിയാണല്ലോ, മലയാള മാസം 1-ാം തീയതി. അപ്പം ഇന്നത്തെ വെച്ചാൽ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളുണ്ട്, പ്രധാനപ്പെട്ട വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഭക്ഷണ വിശേഷങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചായപലാരം ഒക്കെ കഴിക്കുന്നതിൻ്റെ മുമ്പ്, പക്ഷേ അമ്മ രാവിലെ തന്നെ വായനയിലാണ്, രാമായണ വായനയാണ്. അപ്പോൾ ആ വായന കേൾക്കാം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അതായത് ചായ കുടിക്കാൻ. എങ്കിലൊരു ദിനന്താചാരധീരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാകാമുകൻ രാഘവ് രംഗജനാശന വന്നിതൻ കേശവൻ അങ്കജാലീല കൊണ്ടന്തപുരത്തിങ്കൽ മംഗളകാസി അഞ്ജാനഗീതന്നോടും നീലോൽപലതള ചാമള വിഗ്രഹൻ നീലോൽപലതളലോല വിലോചനൻ നീലരാമൻ നിരുപമൻ നിർമ്മലൻ നീലാകള പ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതനായ രത്നസിംഹാസനം തന്മേധനാകുലം രത്നദണ്ണം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ വീരിതനായ കോമളൻ ബാലാനിശാകര ഭാരതേശേലസൽ മാലയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസുഭാകന്ധരൻ പ്രാലയമാനു സമാനയാസമം ലീലയാ സാമൂല സർവണാലൈധരി ലേവം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോ അലങ്കരിച്ചിടിനാൻ മുക്തചരചന്ദ്ര തുല്യ തേജസ്സൊടും ശുദ്ധസ്ഫടിക ശങ്കാശ ശരീരനായി തത്വരാമം മരത്തിങ്ക നിന്നാധര തത്രവേകാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനു സംഭ്രമം കൈക്കൊണ്ടു നാരദേനെ കണ്ടെഴുന്നേറ്റു സാധനം നാരീമണിയായ ജാനകി തന്നോടും പാലിൽ വീണാച്ചു നമസ്കരിച്ചിടിനാൻ ആദ്യാസനാചമനിയർക്കപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ സന്നിയോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം കൂടും നന്ദിച്ചു സാദരം മന്നം മുനിവരൻ തന്നോടരു ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേ വിന മാനസത്തോടു സംസാരികളായുള്ള മാനസന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ച ജ്ഞാനിയാകുന്തവ പാദപങ്കേരുകം കണ്ടുകൊള്ളുവാനതീതുള്ളവൻ നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യാപരോദയം കൊണ്ടു കാൺമാൻ അവകാശവും വന്നിതു പുണ്യരീകോത്ഭവപുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിതേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനഃ എന്നോടരു ചെയ്യ വേണം ദയാനിതേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരു ചെയ്യുകയും വേണം. അപ്പം ഇനിയിപ്പോൾ നമുക്ക് പലഹാരം ഒക്കെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിത് ഓട്സിൻ്റെ, അതായത് ഓട്സിൻ്റെ പാക്കറ്റ് ഈ മാസം ആദ്യം വാങ്ങിയതാണ്. അപ്പോൾ അത് എടുത്ത് പൊട്ടിക്കുന്നേ ഉള്ളൂ. കണ്ടില്ലേ, 300 ഗ്രാമിൻ്റെ ഓട്സ് ഫ്രീ ആണ്. അതാണ് ഇപ്പോൾ ഇത് 300 ഗ്രാമിൻ്റെ ഫ്രീ കിട്ടിയത്. അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ അപ്പോൾ 2 പാക്കറ്റും നമുക്ക് ഈ പാത്രത്തിൽ ഇടാം. എന്തായാലും മുഴുവനായിട്ട് ഇട്ടാലും അത് കൊള്ളും. ഇപ്പോൾ ഇന്ന് എടുത്തിട്ട് വേണം പുട്ടുണ്ടാക്കാൻ. ഇപ്പം ഇന്ന് അപ്പോൾ ഏതായാലും ചായ കുടിക്കായി, എല്ലാം റെഡിയായി. ഇപ്പം ഇന്ന് ഓട്സിൻ്റെ പുട്ട്, പിന്നെ ചെറുപയർ കറിയാണ്. നമ്മൾ സാധാരണ വലിയ ഉള്ളിയും പച്ചമുളക് കീറിയിട്ടിട്ടുള്ള അങ്ങനത്തെ കറി. പിന്നെ ഇപ്പം ഇന്ന് നേന്ത്രപ്പഴം, ഇങ്ങനെ പുഴുങ്ങിയിട്ടില്ല, നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മളെ രാവിലത്തെ ചായ പലഹാരം.
പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം ഒക്കെ ഇരുന്ന് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇളവുണ്ട്, പിന്നെ പച്ച നേന്ത്രക്കായ്. ഇപ്പം ഇന്ന് ഒരു മോരുകറിയാണ്, തൈര് ഒഴിച്ചിട്ടുള്ള കറി. അതാണ് ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക്. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ 1/2 ലിറ്ററിൻ്റെ മിൽമ തൈരിൻ്റെ പാക്കറ്റ്, പിന്നെ മുഴുവൻ വേണ്ട. നമ്മുടെ കറി അതിവിടെ റെഡിയായി. എത്രണ്ട് 12 അപ്പോൾ നേരെ ഏകദേശം 10 മണിയായി. ഇന്നിപ്പോൾ കഴിക്കുന്നത് നമ്മൾ എള്ളുണ്ട, അതാണ്. ഈ എള്ളുണ്ട അമ്മയ്ക്ക് കൊടുക്കട്ടെ. ഒരു എള്ളുണ്ട കഴിക്കട്ടെ. ഇനിയിപ്പോൾ ഉപ്പേരി, അത് നമ്മൾ മെഴുക്കുവരട്ടി, പയറും കായും, പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള പായസം, അത് തേങ്ങ ചിരകിയിട്ടുള്ള ശർക്കര പായസം. പച്ച പയറും നമ്മളെ പച്ച നേന്ത്രക്കായും ചേർത്തിട്ടാണ് ഇന്നത്തെ മെഴുക്ക് വരട്ടി. അപ്പോൾ അതും ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മളെ മെഴുക്ക് വരട്ടി അതും ഇവിടെ റെഡിയായി. വേണം. ഇപ്പോൾ ഉണങ്ങലരിൻ്റെ പായസത്തേക്ക് നമുക്ക് തേങ്ങ ചിരകിയത്, പിന്നെ ശർക്കര ഒരു വലിയ 2-3 അച്ച്, ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ചുള്ളത്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വളരെ കുറച്ച്. ഞങ്ങൾക്ക് 2 പേർക്കും ശരിക്കും ഇപ്പോൾ ഉച്ചയ്ക്ക് മാത്രം കഴിക്കാൻ, പിന്നെ ബാക്കി ഉണ്ടാവില്ല, വളരെ കുറച്ച് ബാക്കി ഉണ്ടാവും, ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചാൽ നെയ്യ്
ഒരു ജീരകം, ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്, ശർക്കര, തേങ്ങ ചിരകിയിട്ടിട്ട്. നല്ല ഇഷ്ടമാണ് എനിക്ക് ഈ പായസം. അമ്മയ്ക്കും അതെ നല്ല ഇഷ്ടം അങ്ങനെ തേങ്ങ ചിരകിട്ടത്. വേണമെങ്കിൽ മൈസൂർ പഴമൊക്കെ ചേർക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറവിടാം വേണമെങ്കിൽ. അപ്പം ഏതായാലും ഊണ് കഴിക്കായി, അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ പപ്പടം കാച്ചിയതും പിന്നെ നമ്മളെ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മെഴുക്ക് വരട്ടി. അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മളെ മിഥുനമാസം 1-ാം തീയതിയിലെ ഉച്ചയൂണ്. ഇപ്പം ഇന്ന് ഇങ്ങനെയാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ പായസം കണ്ടോ, നല്ല പോലെ തന്നെ കട്ട് ചെയ്യും. നല്ല രസമാണിത്. അപ്പോൾ ഈ അമ്പലത്തിലൊക്കെ ഇത് വഴിപാടിനൊക്കെ പ്രസാദമായിട്ട് കിട്ടുന്ന പായസം ഇതുപോലെ ശർക്കര പായസം ഉണ്ടല്ലോ, അതിപ്പോൾ നെയ് പായസമായിട്ടും തേങ്ങ ഇറങ്ങിയിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള പായസം ഉണ്ടല്ലോ. കാര്യമായിട്ട് അമ്പലത്തിലാണ് വഴിപാടിനാണ് ഇങ്ങനെ പായസം ഉണ്ടാക്കൽ. പിന്നിപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. അത് സദ്യക്കും അങ്ങനെയുള്ളതൊന്നും ഈ രീതിയിലുള്ള പായസമല്ലല്ലോ ഉണ്ടാവുക. അപ്പം ഇനി ഏതായാലും ഊണ് കഴിഞ്ഞ് നമ്മളെ പായസം, ശർക്കര പായസം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.